إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും ആക്കി തീർക്കുവാൻ അറിവിൻ്റെയും കഴിവിൻ്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്നും പരലോകത്ത് രക്ഷപ്പെടുക, അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുക എന്ന ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന് നമുക്ക് എളുപ്പം ലഭിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് സബബുകൾ ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സബബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബബാണ്, ഒരു വഴിയാണ് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ എളുപ്പമുള്ള, സാധാരണഗതിയിൽ ഒരു അമലുകൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സന്ദർഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ദുനിയാവിൽ നിശ്ചയിക്കുക എന്നുവെച്ചാൽ സാധാരണഗതിയിൽ ചെയ്യുന്ന അമലുകൾ, പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് മേൽ റഹ്മത്തായിക്കൊണ്ട് നിശ്ചയിച്ച കാരണങ്ങളിൽ ഒരു കാരണം. നമുക്കറിയാം, റമദാൻ മാസം നമ്മളുടെ അടുക്കലൂടെ കടന്നുപോയി. ആ ഒരു മാസക്കാലത്തെ പ്രത്യേകത, അതിൽ നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ള ഇബാദത്തുകളുടെ മുന്നേറ്റം, ഇതൊക്കെ വളരെ അടുത്താണ് കഴിഞ്ഞു പോയത്. ആ ഒരു സന്ദർഭത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും എല്ലാം മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ടതുമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, മനസ്സിലാക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അശ്രദ്ധയിലാകുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു സന്ദർഭം, എത്രത്തോളം പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് പോലുമുണ്ട്. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണോ, ഈ 10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് വരാൻ മാത്രം ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ട അത്രയും വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു സത്യം ചെയ്ത് പറയുന്ന ആ 10 ദിവസങ്ങൾ, അതിനെപ്പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹ് ബുഖാരിയിൽ കാണാം. ഇന്നഹ അശ്റു ദിൽഹിജ്ജ, ആ 10 രാത്രികൾ അത് അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആനിന്റെ തുർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സഹാബി വിശദീകരിക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശറ. നബി പഠിപ്പിക്കുന്ന ഹദീസ് വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ശരിയായ ഗൗരവത്തോടെ നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദുനിയാവിൽ ഒരു ദിവസങ്ങളുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ 10 ദിവസങ്ങളേക്കാൾ
നമ്മൾ സ്വാലിഹായ അമലുകൾ ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടമുള്ള, കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു ദിവസവും ഈ ദുനിയാവിലില്ല ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ദുൽഹിജ്ജയിൽ ഈ വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ നമ്മളൊരു അമല് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ വേറെ ഏത് ദിവസത്തിൽ ചെയ്താലും കിട്ടും, ഏത് ദിവസത്തിൽ ചെയ്താലും കിട്ടും. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നു, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ജിഹാദിൽ പങ്കെടുക്കുന്നത് പോലും അങ്ങനെയാണ്. അപ്പൊ വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ പങ്കെടുക്കുന്നത് പോലും അങ്ങനെയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ നമ്മൾക്ക് ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ സുന്നത്ത് നിസ്കാരം അധികരിപ്പിച്ചാൽ ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ദിക്റുകൾ അധികരിപ്പിച്ചാൽ ജിഹാദിൽ പങ്കെടുക്കുന്നതിനേക്കാൾ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. നമ്മൾ ബാക്കിയുള്ള സന്ദർഭങ്ങൾ ചെയ്യുന്ന അമലുകൾ, അതേ അമലുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിച്ചാൽ ഏത് ദിവസത്തിൽ നമ്മൾക്ക് ആ അമല് ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം ഈ 10 ദിവസങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ ഈ ഹദീസ് കേട്ടിട്ടും നമുക്കതിന്റെ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാകാത്തതുപോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, കമ്പയർ ചെയ്ത് നോക്കി. റമദാനിലെ അവസാനത്തെ 10 അങ്ങേയറ്റ പരിശ്രമിച്ചിരുന്ന അതേ നമ്മൾക്ക് തന്നെ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ അതിന്റെ ചെറിയൊരു ശതമാനം പോലും പരിശ്രമിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. റമദാനിലെ അവസാനത്തെ 10കൾ അതിനോളം ശ്രേഷ്ഠതയുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉള്ള ഈ ദിവസങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് റമദാന്റെ അത്ര പോലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, യാതൊരു പ്രാധാന്യം കൊടുക്കാതെ മറ്റു ദിവസങ്ങളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഒരിക്കലും അങ്ങനെ വെറുതെ കടന്നു പോകേണ്ട ദിവസങ്ങളല്ല ഈ 10 ദിവസങ്ങൾ. റമദാനിലെ 10 ദിവസങ്ങൾ, അവസാനത്തെ 10 ദിവസങ്ങൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്, എത്രമാത്രം ഇബാദത്തുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പറ്റുന്ന എന്തൊക്കെ ഇബാദത്ത് നമുക്കറിയാം. ആ 10 ദിവസങ്ങളിൽ പലപ്പോഴും രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ലാത്ത നമുക്ക് എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങളിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ സാധിക്കാത്തത്? വളരെയധികം പേടിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായിക്കൂടാ. ഈ ദിവസങ്ങൾ ഒരിക്കലും സാധാരണ ദിവസങ്ങൾ പോലെ കടന്നുപോയിക്കൂടാ. വളരെയധികം പരിശ്രമിക്കേണ്ട, വളരെയധികം ഇബാദത്തുകൾ അധികരിപ്പിക്കേണ്ട, ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ 24 മണിക്കൂറും നിറയ്ക്കേണ്ട ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന, പൊതുവിൽ കോമണായി ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നമ്മൾ വർദ്ധിപ്പിക്കണം. അത് ഫർദ് നിസ്കാരങ്ങൾക്ക് ജമാഅത്തുകൾ കൃത്യമായി പങ്കെടുക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് കുറച്ച് നേരത്തെ വരുന്നതാണെങ്കിലും, പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതാണെങ്കിലും, അതുപോലെ തന്നെ ഖുർആൻ പാരായണം അധികരിപ്പിക്കുന്നത്, ദിക്റുകൾ അധികരിപ്പിക്കുന്നത്, ഇങ്ങനെ സാധാരണ കോമണായി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പുറമെ അതും നമ്മൾ അധികരിപ്പിക്കണം. അതിനു പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയോ, ദുൽഹിജ്ജ 1 തുടങ്ങിക്കഴിഞ്ഞാൽ, ദുൽഹിജ്ജ മാസം കണ്ടു കഴിഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒരുമിച്ച് മദീനയുടെ പട്ടണങ്ങളിലേക്ക് ടൗണുകളിൽ, മാർക്കറ്റുകളിലേക്ക് ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ 2 സഹാബികളും ഇറങ്ങി പുറപ്പെടാറുണ്ട്. ഇവർ രണ്ടുപേരുടെയും തക്ബീർ കേട്ടിട്ട് മദീനത്തെ പട്ടണത്തിലെ ആളുകൾ ഉറക്കെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ചൊല്ലുന്ന തക്ബീർ മാത്രമേ നമുക്കറിയുള്ളൂ. അതും സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സുന്നത്ത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളഞ്ഞുകൂടാ. പല ആളുകൾക്കും അറിയാതെ പോകുന്നൊരു സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സുന്നത്തുൽ മഹ്ജൂറ എന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള സുന്നത്താണ്. ദുൽഹിജ്ജ 1 ആരംഭിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 13 ആകുന്നത് വരേക്കും, മഗ്രിബ് ആകുന്നത് വരേക്കും തക്ബീർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹിജ്ജ ആരംഭിച്ച അന്നു മുതൽ, മാസം കാണുന്ന സമയം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന്റെ അവസാനം മഗ്രിബ് ആകുന്നത് വരേക്കും തക്ബീർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴും വീടുകളിൽ, വാഹനങ്ങളിൽ, അങ്ങാടികളിൽ
ഏത് സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് പുരുഷന്മാർ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യാറുള്ള തക്ബീർ അത് തക്ബീറുൻ മുഖയ്യദ് എന്നാ പറയാം. അത് ദുൽഹിജ്ജ 9 മുതൽ അറഫാ ദിവസത്തിന്റെ സുബ്ഹി നിസ്കാരം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമ തശ്രീഖിന്റെ അവസാനം അസർ നിസ്കാരം വരെ ഓരോ നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിസ്കാര ശേഷം ഉറക്കെ ആ മസ്ജിദിൽ നിസ്കാരത്തിന് പങ്കെടുത്തിരുന്ന ആളുകൾ ഒരുമിച്ച് തക്ബീർ ഉറക്കെ ചൊല്ലും. ഇത് തക്ബീറുൻ മുഖയ്യദ് എന്നാ പറയും. അത് ദുൽഹിജ്ജ 9 മുതൽ ദുൽഹിജ്ജ 13 വരെ. എന്നാൽ തക്ബീറുൻ മുത്തലഖ് എന്ന് പറയപ്പെടുന്ന നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന സുന്നത്ത് അത് ദുൽഹിജ്ജ 1 മുതലേ തുടങ്ങുന്നു. ദുൽഹിജ്ജ ആദ്യം മുതൽ തുടങ്ങി ദുൽഹിജ്ജ 13 അയ്യാമ തശ്രീഖിന്റെ അവസാനം വരേക്കും നിലനിൽക്കുന്ന ഒരു സുന്നത്താണ് ഈ സുന്നത്ത്, തക്ബീറുൽ മുത്തലഖ് എന്നുള്ള സുന്നത്ത്. ആ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം നമ്മൾ ഹയാത്താക്കണം. പ്രത്യേകിച്ചും നമ്മുടെ കൺട്രോളിലുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ കൺട്രോളിനകത്തുള്ള നമ്മുടെ കീഴിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ തക്ബീർ, ഈ സുന്നത്ത് അധികരിപ്പിക്കാൻ സാധിക്കണം. ജനങ്ങൾക്കിടയിൽ നമ്മൾ ഈ സുന്നത്ത് പല ആളുകൾക്കും അറിയില്ല. പല ആളുകൾക്ക് തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് മാത്രമുള്ള എന്തോ ഒരു കാര്യമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പെരുന്നാളിന്റെ അടയാളമായിട്ടാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. ആ ഒരു വിചാരം നമ്മളുടെ സുന്നത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. പ്രവൃത്തി കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാവുകൾ ഈ 13 ദിവസങ്ങളും തക്ബീറുകളിൽ മുഴുകുന്നതാകണം. അങ്ങനെ നമ്മുടെ ഈ സുന്നത്തിനെ ഹയാത്താക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇബാദത്ത്, നമുക്ക് ഈ ദിവസങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഇബാദത്ത്, ഈ 9 ദിവസങ്ങളിൽ പെരുന്നാൾ നോമ്പെടുക്കാൻ പറ്റില്ല. ഈ 9 ദിവസങ്ങളിലും നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽ, ആദത്തുകളിൽപ്പെട്ടൊരു കാര്യം. കാന യസൂമു ദിൽഹിജ്ജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹിജ്ജയുടെ 9 ദിവസങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാം, ഈ 9 ദിവസങ്ങളും നോമ്പെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്തുൻ മുഅക്കദയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. കാരണം നമുക്ക് നോമ്പെടുക്കുന്നതിന് ഈ ദിവസങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലെ വേറൊരു ദിവസവും നമുക്ക് നോമ്പെടുത്താൽ പ്രതിഫലം ലഭിക്കുകയില്ല. അത്രയും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ. അല്ലെ, നമുക്കറിയാം നോമ്പിന്റെ പ്രതിഫലമൊക്കെ നമ്മൾ റമദാനിൽ ധാരാളം കേട്ടതാണ്. അള്ളാഹുവിന് നോമ്പിനോളം ഇഷ്ടമുള്ള മറ്റൊരു ഇബാദത്തും ഇല്ല എന്നുപോലും നമുക്ക് അറിയുന്നതാണ്. ആ ഒരു ഇബാദത്ത് നമ്മൾക്ക് പ്രാക്ടിക്കലാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഈ 10 ദിവസങ്ങൾ, ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. അതിൽ നമുക്ക് ഈ 9 ദിവസങ്ങൾ നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ അറഫാ ദിവസമെങ്കിലും എന്ത് ചെയ്യുക? നോമ്പെടുക്കുന്നത് വിട്ടുകളയണം. ദുൽഹിജ്ജ 9 അറഫാ ദിവസം, ആ ദിവസം നോമ്പെടുത്ത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? അറഫാ നോമ്പിനെ പറ്റി പറഞ്ഞു തന്നത്, അറഫാ ദിവസത്തെ നോമ്പ് അത് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തിന്മകളെ പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തിന്മകൾ അത് പൊറുപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 9 ദിവസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നത് പോലെ നോമ്പെടുക്കാൻ സാധിക്കില്ലെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളോ യാത്രകളോ രോഗങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലി തിരക്കുകളോ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് ഈ 9 ദിവസങ്ങൾ നോമ്പെടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ 9ാമത്തെ ദിവസം അറഫാ ദിവസമെങ്കിലും നമ്മൾ നോമ്പെടുക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോമ്പുമായി ബന്ധപ്പെട്ട്, ഈ ദുൽഹിജ്ജ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുക, നമുക്കറിയാം ഉദ്ഹിയ്യത്ത് എന്നുള്ള ബലികർമ്മം അത് ദീനുൽ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായി കാണാം, ഒരാൾക്ക് ഉദ്ഹിയ്യത്ത് നൽകാൻ സാധിക്കും, സാമ്പത്തികമായി എളുപ്പമുണ്ട്, പ്രയാസമൊന്നുമില്ല, വീട്ടിൽ കഷ്ടപ്പാടോ ദുരിതങ്ങളോ പട്ടിണിയൊന്നുമില്ല, സാമ്പത്തികമായി എളുപ്പമുണ്ട്. എന്നിട്ടും ഒരാൾ ഉദ്ഹിയ്യത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്. അവൻ പെരുന്നാൾ നിസ്കരിക്കാൻ കൂടെ നമ്മുടെ മുസല്ലയിലേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ അവൻ വരേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത്.
നിസ്സാരമായിട്ടുള്ള വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന രൂപത്തിൽ കണക്കാക്കേണ്ട ഒരു കാര്യമില്ല ഉബൂദിയ്യത്ത്. നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യണം, നിർബന്ധമാണ്. നമുക്കത് സാധിക്കുമെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ, നമ്മുടെ വീട്ടുകാരുടെയും മറ്റ് അത്യാവശ്യ ചെലവുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉദ്ഹിയത്തിന്റെ ഷെയർ കൂടാനോ അല്ലെങ്കിൽ അതിന് ബലിമൃഗം വാങ്ങിക്കാനോ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് പങ്കെടുക്കൽ നിർബന്ധമാണ്. നമ്മൾ ഈ ബലി കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ വിഷയം എന്നുള്ള ഒന്നാമത്തെ മസല എന്നുള്ള നബിസല്ലല്ലാഹു പറഞ്ഞു, ഒരാൾ ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ബലിമൃഗത്തെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ അറുക്കാനൊക്കെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ, ദുൽഹിജ്ജ ആരംഭിച്ചു കഴിഞ്ഞാൽ, ദുൽഹിജ്ജ മാസം കണ്ടു, ദുൽഹിജ്ജ 1 തുടങ്ങിക്കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്, മുടി മുറിക്കരുത്, നഖമെടുക്കരുത്, തോല് പറിച്ചു കളയുകയോ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായി കാണാം. മുടിയോ നഖമോ പിന്നെ ആ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ചില മര്യാദകളുണ്ട്, ചില അദബുകളുണ്ട്, ചില ശുറൂത്തുകളുണ്ട്. അതിന് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ദീൻ പഠിപ്പിച്ചു തന്ന പ്രായമെത്തുക എന്നുള്ളതാണ്. ദീൻ പഠിപ്പിച്ചു തന്ന പ്രായമെത്തുക എന്നുള്ളത് ഓരോന്നിനും ഓരോന്നാണ്. ചെമ്മരിയാടിന് 6 മാസമാണെങ്കിൽ സാധാരണ ആടിന് 1 വർഷമാണ്. അതുപോലെ പശു, ഒട്ടകം, ഓരോന്നിനും ഓരോ അളവുകൾ, ഓരോ വയസ്സിന് പ്രായത്തിന്റെ പരിധിയുണ്ട്. ഈ പ്രായമെത്താത്ത ചെറിയ പ്രായമുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ബലിമൃഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്നുള്ളത് വലിയ ഡിഫക്റ്റുകളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകളുള്ള പോരായ്മകളുള്ള ബലിമൃഗത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ രോഗം ബാധിച്ച് ക്ഷീണിച്ച് വളരെയധികം ശോഷിച്ച് എല്ലും തോലുമായ ഒരു ബലിമൃഗത്തെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉദ്ഹിയത്തിനായി വാങ്ങിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തത്. അതുപോലെ തന്നെ മുടന്തുള്ള, വൈകല്യം, നടക്കാൻ ശരിക്കും കഴിയാത്ത മുടന്തുള്ള മൃഗത്തെ വാങ്ങിക്കുക എന്നുള്ളത് അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യം. ഇതുപോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രകടമായി വാഹിറായി നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്ന വൈകല്യമുള്ള ജീവികളെ ഒരിക്കലും ബലിക്കായി നമ്മൾ വാങ്ങിക്കുന്നത് ശരിയല്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസല, മൂന്നാമത്തെ കാര്യം, ബലിയോട് നമ്മൾ അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ബലികർമ്മത്തിന്റെ സമയം ആരംഭിക്കുന്നത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിൽ പിന്നെയാണ്. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരാൾ ബലി അറുത്ത് കഴിഞ്ഞാൽ അത് ഉദ്ഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല. പെരുന്നാൾ നിസ്കാരം അതിനുവേണ്ടി ആളുകൾ മുസല്ലിയിലേക്ക് കൂടി പെരുന്നാൾ നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് ഒരാൾ ബലി അറുത്ത് കഴിഞ്ഞാൽ അത് ഉദ്ഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല. അതിന്റെ സമയം ആരംഭിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തോടുകൂടിയിട്ടാണ്. എന്ന് മാത്രമല്ല, അതിന്റെ സമയം നമുക്ക് അയ്യാമത്ത് തശ്രീഖ്, ദുൽഹിജ്ജ 13, ദുൽഹിജ്ജ 10 തന്നെ പെരുന്നാൾ ദിവസം തന്നെ അറുക്കണം നിർബന്ധമൊന്നുമില്ല. ദുൽഹിജ്ജ 13 വരേക്കും അയ്യാമത്ത് തശ്രീഖ് വരേക്കും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അറുക്കാനുള്ള സമയം നീട്ടിത്തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസാല ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്, നമുക്ക് അറിയാം, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, 2 പെരുന്നാളുകൾ. ഈ പെരുന്നാളുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നോമ്പെടുക്കാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ നമ്മൾ പലരും വിട്ടുപോകുന്ന ഒരു മസലയാണ് പെരുന്നാളിന്റെ, ദുൽഹിജ്ജ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിന്റെ ചേർന്നിട്ട് വരുന്ന, അതിനോട് ചേർന്ന് വരുന്ന ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങൾക്ക് അയ്യാമത്ത് തശ്രീഖ് എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല. ഈ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല. ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസം, അതിനുശേഷം ദുൽഹിജ്ജ 11, 12, 13 ഈ 3 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ വരുന്ന ഈ ദുൽഹിജ്ജ ദിവസങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ഈ വരുന്ന ഈ ദിവസങ്ങളെ അതിനെ ഉപയോഗപ്പെടുത്തുവാനും അങ്ങനെ പരലോകത്ത് ഏറ്റവും വലിയ ലാഭം കരസ്ഥമാക്കുന്ന ആളുകൾ ഉൾപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. إن الحمد لله
والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. ബലിപെരുന്നാളും അതിനോട് അനുബന്ധിച്ച ബലികർമ്മവും അതിനെ സംബന്ധിച്ച് നമ്മൾ ദുൽഹിജ്ജ മാസത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിധിവിലക്കുകളുമാണ് വളരെ വേഗത്തിൽ സൂചിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും എന്തിനാണ് ഇങ്ങനൊരു ബലികർമ്മം നിശ്ചയിക്കപ്പെട്ടത്, അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് അല്ലെ പല ആളുകൾ ചിന്തിക്കാറുണ്ട്. മൃഗങ്ങളെ ഒന്നുമില്ലാത്ത ഒന്നും അറിയാത്ത മിണ്ടാപ്രാണികളെ എന്തിനാണ് ഇങ്ങനെ ദീനിൽ ഇസ്ലാം കൊന്നുകളയുന്നത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഒരു കാര്യം നല്ലതാകുന്നതും ചീത്തയാകുന്നതും നമുക്ക് നല്ലതായി തോന്നി അല്ലെങ്കിൽ നമുക്ക് മോശമായി തോന്നി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഒരു കാര്യം നല്ലതാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹലാലാക്കുമ്പോഴാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മോശമായി തീരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കുമ്പോഴാണ്. അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു ഹലാലാക്കിയ എല്ലാ കാര്യങ്ങളും അവൻ നല്ല കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവൻ, അള്ളാഹു ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും വൃത്തികെട്ട മോശം കാര്യങ്ങളാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നവനാണ് ഒരു മുസ്ലിം. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു നിയമങ്ങളും അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ മോശം നിയമമാണ് എന്നൊരിക്കലും ഒരു മുസ്ലിം മനസ്സിൽ കരുതിയില്ല. അത് എത്രമാത്രം ഒരു മുസ്ലിമിന്റെ അവന്റെ ഇസ്ലാമിനെ തന്നെ തകർത്ത് കളയുന്ന കാര്യമാണെന്ത്, അള്ളാഹു അവതരിപ്പിച്ചൊരു കാര്യത്തോട് വെറുപ്പുണ്ടാവാം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്താ, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅമാലഹും. അള്ളാഹു സൂറത്ത് മുഹമ്മദിൽ പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു വിധിയോട്, ഒരു നിയമത്തോട്, ഒരു ഹലാലിനോട് അല്ലെങ്കിൽ ഒരു ഹറാമിനോട് അള്ളാഹ് എന്തത് ഹലാലാക്കി, അള്ളാഹ് എന്തത് ഹറാമാക്കി, അതിനോട് മനസ്സിൽ വെറുപ്പ് വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ അമലുകൾ മുഴുവൻ പൊളിച്ചു കളയും. അവന്റെ ഒരു അമലും അവന് ഉപകരിക്കൂല. ആഖിറത്തിൽ അവന്റെ ഒരു അമലും റബ്ബിന്റെ അടുക്കൽ അവന് ഉപകരിക്കൂല. നമ്മൾ ശ്രദ്ധിക്കണം, ഇസ്ലാം, ഈമാൻ, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകരിക്കുന്ന ഈ ദീനിന്റെ അടിത്തറ എന്നുള്ളത്, അതിന്റെ ഒന്നാമത്തെ ബേസ് എന്നുള്ളത് വിശ്വാസ ഹൃദയം, ഖൽബിനകത്തുള്ള വിശ്വാസം. ആ ഈമാൻ ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾ കുറേ നമ്മൾ അധികരിപ്പിച്ചു എന്നതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ അടുക്കൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. റബ്ബ് നിയമിച്ച ഒരു നിയമം, റബ്ബ് കണക്കാക്കിയ ഒരു നിയമത്തെ നമ്മൾ വെറുത്തു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യാതിരിക്കുന്നുണ്ടോ വേറെ വിഷയം. റബ്ബ് ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വൃത്തികെട്ട മോശം കാര്യം തന്നെയാണ്, അതൊരിക്കലും നല്ലതാവൂല. റബ്ബൊരു കാര്യം ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, അതൊരിക്കലും മോശമാവൂല. ഈ ഒരു ഉറച്ച യഖീന് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ, ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിലും വേണ്ടത്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്, ബലികർമ്മത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ബലികർമ്മത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, മനുഷ്യന്റെ ശരീരത്തിന് കിട്ടേണ്ട ന്യൂട്രിയൻസ്, മിനറൽസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ഈ കാര്യങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത, ഏറ്റവും പ്രൈമറി ആയിട്ട് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത എലമെന്റുകൾ കിട്ടുന്നത് കൂടുതലും മൃഗങ്ങളിൽ നിന്നാണ്. പച്ചക്കറികളിൽ നിന്നല്ല, ചെടികളിൽ നിന്നല്ല, മരങ്ങളിൽ നിന്നല്ല, പഴങ്ങളിൽ നിന്നല്ല. അത് മനുഷ്യ ശരീരത്തിന് കിട്ടുന്നത് ഇത്തരം മൃഗങ്ങളുടെ മാംസങ്ങളിൽ നിന്നാണ്. മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് മാംസങ്ങൾ എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്കിത് ഹലാലാക്കി തന്നിട്ടുള്ളത്. നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് വേണമെങ്കിൽ എല്ലാ മൃഗങ്ങളെയും, പന്നിയെ ഹറാമാക്കിയതുപോലെ എല്ലാ മൃഗങ്ങളെയും ഹറാമാക്കാൻ റബ്ബിന് എന്ത് പ്രയാസമാണുള്ളത്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഖൈറിന് വേണ്ടി, നമ്മുടെ മെച്ചത്തിന്, നമ്മുടെ ഗുണത്തിന്, ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇതിനെല്ലാം ഹലാലാക്കി തന്നത്. അതേപോലെ ഇതിന് പിന്നിൽ മറ്റൊരു ഹിക്മത്തുള്ളത്, ഈ ബലികർമ്മം എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ പശ്ചാത്തലം, അതിന്റെ തുടക്കം, സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? എന്തുകൊണ്ടാണ് ഈ ബലിപെരുന്നാൾ എന്നുള്ള പെരുന്നാൾ റബ്ബ് നമുക്ക് നിശ്ചയിച്ചതിന്റെ റീസൺ എന്താ? ആ ഹിസ്റ്ററി നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരിക്കലും ചരിത്രം മറന്നു പോകുന്നവരാകരുത്.
നമ്മുടെ മുൻഗാമികളെ മറന്നു പോകുന്നവരാകരുത്, വന്ന വഴി മറക്കുന്നവരാകരുത്. നമുക്ക് പിൻഗാമികൾ, നമ്മുടെ മുൻപിൽ കഴിഞ്ഞു പോയ നമ്മുടെ റോൾ മോഡലുകളെ മറന്നു പോകുന്നവരാകരുത്. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ മറന്നു പോകുന്നവരാകരുത്. നമുക്ക് പറയാൻ, നമ്മുടെ മുന്നിൽ എടുത്തു കാണിക്കാൻ നമുക്ക് വലിയ വലിയ മഹാന്മാരുണ്ട് അല്ലേ? അവരിൽ ഏറ്റവും ഒന്നാമത്തെ വ്യക്തിയാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീൽ. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം പുകഴ്ത്തി പറയുന്നുണ്ട്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പുകഴ്ത്തി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ? ഹനീഫൻ മുസ്ലിമ. ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫാണ്, മുസ്ലിമാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഹനീഫ് എന്ന് വെച്ചാൽ ഷിർക്കില്ലാത്തവരെന്നാണ്, കുഫറില്ലാത്തവരെന്നാണ്, തൗഹീദുള്ളവരെന്നാണ്, ഈമാനുള്ളവരെന്നാണ്. ഷിർക്ക് ഒരു ഭാഗത്താണെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വേറൊരു ഭാഗത്തായിരിക്കും, അതിന്റെ അടുത്തുണ്ടാവില്ല. അതാണ് ഹനീഫ് എന്നർത്ഥം. എന്താ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരാണ്, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താ അതിന്റെ മീനിങ്? എന്താ? അത് മനസ്സിലാകണമെങ്കിൽ ഈ ഹിസ്റ്ററിയിലേക്ക് നോക്കിയാൽ മതി. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കണം, ഓർഡർ ചെയ്യണത് സ്വന്തം മകൻ, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് പ്രായമായിട്ട് കിട്ടിയ മകനെ അറുക്കാനുള്ള കൽപ്പിക്കണം. ഈ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന മകനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയാം, എന്റെ റബ്ബ് നിന്നെ അറുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ മകൻ ആ ഉത്തരവ് സ്വീകരിക്കണം, മനസ്സുകൊണ്ട് തൃപ്തിപ്പെടണം. എന്നിട്ട് മകൻ എന്റെ ഉപ്പാക്ക് അറുക്കാൻ വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകൻ അറുക്കാൻ വേണ്ടി കത്തി മുകളിലേക്ക് ഉയർത്തണം. ഈ ഉയർത്തിയ സമയത്ത് അള്ളാഹ് ആയത്തിറക്കുന്നത് ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമുകളായപ്പോഴാണ്. ഈ സന്ദർഭത്തിന് ഇസ്ലാം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകൾക്കും നമ്മൾ കീഴൊതുങ്ങുന്നതിന് ഇസ്ലാം എന്ന് പറയും. അപ്പോഴാണ് മുസ്ലിമാവുക. മുസ്ലിമാവെന്ന് പറയുന്ന അർത്ഥം അതാണ്. നമ്മുടെ താല്പര്യങ്ങളെ വലിച്ചെറിഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച് റബ്ബിന്റെ താല്പര്യങ്ങൾക്കും റബ്ബിന്റെ കൽപ്പനകൾക്കും കീഴൊതുങ്ങുമ്പോൾ നമ്മൾ മുസ്ലിമാവും. ഇബ്രാഹിം അലൈഹിസ്സലാം മുസ്ലിം ആയതുപോലെ, ഇസ്മായിൽ അലൈഹിസ്സലാം മുസ്ലിം ആയതുപോലെ അള്ളാഹ് ഖുർആനിൽ പ്രയോഗിച്ച പ്രയോജനം ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും ഇസ്ലാം ചെയ്തപ്പോൾ, മുസ്ലിം ആയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കാതെ, നാട്ടുകാർ തൃപ്തി നോക്കാതെ, കുടുംബക്കാരെ തൃപ്തി നോക്കാതെ റബ്ബ് കൽപ്പിച്ചാൽ ഞാനത് ചെയ്യും എന്ന മെന്റാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മുസ്ലിമായി. അപ്പോഴേ നമ്മൾ മുസ്ലിം ആകും. നമ്മുടെ ഇസ്ലാം കംപ്ലീറ്റ് ആകുന്ന അപ്പോഴാണ്, പെർഫെക്റ്റ് ആകുന്ന അപ്പോഴാണ്. ആ ഒരു ഹിസ്റ്ററിയിലേക്ക്, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വർഷാവർഷം ഓരോ പെരുന്നാളും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ബലികർമ്മമായിട്ട് കണക്ട് ചെയ്തത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി, നമ്മൾ പെർഫെക്റ്റ് ആകാൻ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈമാൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഹിക്മത്ത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിലനിർത്തണം. നമ്മൾ അതുപോലെ ആകാൻ പരിശ്രമം, നമുക്കും സാധിക്കും. റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ നമ്മുടെ താല്പര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് റബ്ബിന്റെ കൽപ്പനകൾ ഓരോന്നും പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാവട്ടെ. അതിനു മുന്നിൽ നമ്മുടെ തടസ്സങ്ങളായി നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിത്തരികയും റബ്ബിന്റെ എല്ലാ കൽപ്പനകളും ഇബ്രാഹിം അലൈഹിസ്സലാം പൂർണ്ണമായി പ്രാക്ടിക്കലാക്കിയതുപോലെ പ്രാക്ടിക്കലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ട് ഒരുപാട് അബദ്ധങ്ങൾ, ന്യൂനതകൾ, പോരായ്മകൾ, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുകയും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർത്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പല നാടുകളിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് ആളുകൾ, അവർക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അമ്നും നിർഭയത്വവും ആഫിയത്വവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പല മുസീബത്തുകൾ, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രായത്തിന്റെ അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്, കഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല എളുപ്പം നൽകുകയും ഈ ദീനിനെ മുറുകെ പിടിക്കാനുള്ള എല്ലാ എളുപ്പങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.